ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂബ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SSC GD നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ്. കാരണം എല്ലാവരും ഇപ്പോൾ SSC GD നോക്കി GD നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ GD നോട്ടിഫിക്കേഷൻ എപ്പോഴത്തേക്കാണ്? ഇപ്പോൾ നേരത്തെ നോക്കുവാണെങ്കിൽ പലപ്പോഴും നവംബർ 1 ഉണ്ടാവും, അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റിലുണ്ടാവും, അങ്ങനെയൊക്കെ പല രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്ന് ഈ GD നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്തുനിന്ന് SSCയുടെ ഏരിയയിൽ നിന്ന് ഒരു അപ്ഡേറ്റ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ അപ്ഡേറ്റ് ഇവിടെ CGL എക്സാം നടന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അവിടെ CGLന്റെ എക്സാം പോസ്റ്റ്പോൺ ചെയ്ത സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളൊരു നോട്ടീസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് MTS എക്സാം, CHSL എക്സാം, ഇതിനെപ്പറ്റി എല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിനെപ്പറ്റിയും GD പറ്റിയും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. GD പറ്റി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ GDക്ക് വേണ്ടിയിട്ടുള്ള SSCയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന ഡേറ്റ് എന്ന് പറയുന്നത്, GDയുടെ SSCയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന ഡേറ്റ് എന്താ? ആപ്ലിക്കേഷൻ വിൻഡോ ഫോർ കോൺസ്റ്റബിൾ GD 2026 വിൽ ഓപ്പൺ ഇൻ നവംബർ 2025. ഓക്കെ, ഈ വർഷത്തെ 2025 നവംബർ മാസം ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നവംബർ ലാസ്റ്റിലേക്കായി, നമ്മൾ നവംബർ ലാസ്റ്റ് ഡേയിലേക്കാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, അപ്ലോഡ് ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒഫീഷ്യലായിട്ട് SSCയുടെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക? അപ്പോൾ പേടിക്കാൻ ആവശ്യമില്ല, ഇതെന്തായാലും ഒരുപാട് നീണ്ടു പോകാനായിട്ട് പോകുന്നില്ല. ഈ മാസം തന്നെ വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന ടൈമിലേക്ക് തന്നെ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ഔട്ട് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസംബർ ഒരു ഫസ്റ്റ് വീക്കിനകത്ത് തന്നെ എന്ത് കാണാം, നമുക്ക് GDയുടെ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് പറ്റും. ഇനി നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ 4 വർഷത്തെ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ വർഷം തന്നെ വെച്ചാൽ ഡിസംബറിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ GD നോട്ടിഫിക്കേഷൻ ഉറപ്പിക്കാനായിട്ട് പറ്റും. കാരണം അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് നോക്കുന്ന സമയത്ത് 2025 വരുന്ന സമയത്ത്, 2025 GDയുടെ ഇത് 2024 സെപ്റ്റംബറിൽ എന്ത് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു? നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2025 GDക്ക് വേണ്ടിയിട്ട് 2024 സെപ്റ്റംബർ ആയപ്പോൾ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. 2024 നോക്കുകയാണെങ്കിൽ 2023 നവംബർ 2 എന്ത് വന്നിട്ടുണ്ടായിരുന്നു? നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 2022 നോക്കുമ്പോൾ 2022 ഒക്ടോബർ 23 തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. 2021 നോക്കുമ്പോൾ 11 ജൂലൈ 2021 നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ എല്ലാം നമ്മൾ ലാസ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് 2024-25 എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ്? സെപ്റ്റംബർ അതുപോലെ തന്നെ നവംബർ മാസങ്ങളിൽ എന്ത് വന്നിട്ടുണ്ട്? നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഡിലേ ആവുന്നതിന്റെ കാരണം അറിയാം. സെലക്ഷൻ പോസ്റ്റ് എക്സാം നടന്ന സമയത്ത് ആ ഒരു ഇക്വിഡിറ്റി, ആ ഒരു ആൾക്കാരുടെ ചേഞ്ച് ഉണ്ടായിരുന്നു. വെച്ചാൽ എക്സാം നടത്തുന്ന അതോറിറ്റിക്ക് ഉണ്ടായ ചേഞ്ചിൽ എന്ത് ചെയ്യുന്നു? എക്സാം ഡിലേ ആവുകയും ഏകദേശം 1 മാസത്തിന്റെ ഡിലേ അവിടെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു എക്സാം 1 മാസം ഡിലേ വന്നതാണ് ഇതിലെല്ലാത്തിലും ഡിലേ ആവാൻ കാരണം. അങ്ങനെ നോക്കുമ്പോൾ ഡിസംബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മാക്സിമം സെക്കൻഡ് വീക്കിനകത്ത് നമുക്ക് എന്തിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം? ഈ പറഞ്ഞ GDയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണ്, നിങ്ങൾക്ക് 18-23 വയസ്സിന്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ഏജ് വരുന്നത്. നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ട്. OBC കാറ്റഗറിക്ക് 5 വർഷവും അതുപോലെ തന്നെ SC കാറ്റഗറിക്ക് OBC കാറ്റഗറിക്ക് 3 വർഷം, SC കാറ്റഗറിക്ക് 5 വർഷം റിലാക്സേഷനും ഉണ്ട്. ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിനകത്ത് പെടുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എക്സാം വളരെ സിമ്പിളാണ്. പഠിക്കുന്ന എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിലബസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അത്യാവശ്യം ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന എക്സാമാണ്. ഓക്കെ, അതുപോലെ തന്നെ അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന വേക്കൻസിയാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരുപാട് വേക്കൻസി, നമുക്ക് എപ്പോഴും ബൾക്ക് വേക്കൻസിയിലാണ് GD എക്സാം വിളിച്ച് കാണാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടെ, അതിൻ്റെ ഒരു സമ്മറി കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 4 വർഷം വിളിച്ച വേക്കൻസിയുടെ അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2025 ഏകദേശം 53,000 സംതിങ് വേക്കൻസിക്ക് വിളിച്ചു. 24 46,000 സംതിങ്, 23 50,000, വീണ്ടും 21 25,000. ഇവിടെ 25,000 കോവിഡ് ടൈമിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോഴായിരുന്നു കുറച്ച് വേക്കൻസി കുറവിൽ വിളിച്ചത്. ബാക്കി എല്ലാ ടൈമിലും വേക്കൻസി കൂടുതലായിട്ട് തന്നെയാണ് വിളിച്ചത്. 53, 46, 50. ഇത്തവണയും ഏകദേശം നമുക്ക് 60,000 വേക്കൻസി പ്രതീക്ഷിക്കാം, 60,000 വേക്കൻസി പ്രതീക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ഒക്കെ ഈ ടെലഗ്രാം ചാനൽസിലൊക്കെ റണ്ണിങ് ആയിരുന്നു. അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ BSFൽ ഏകദേശം 20,000-ഓളം ആൾക്കാർ ഇനിയും ആവശ്യമുണ്ട്, എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരു കാര്യം റണ്ണിങ് ആയിരുന്നു. അപ്പോൾ 20,000 വേണമെന്ന് പറഞ്ഞുകൊണ്ട് 20,000 ഒറ്റ സ്റ്റെപ്പിൽ എടുക്കാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ അവർ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും. ഈ വർഷം ഒരു 5,000, അടുത്ത വർഷം ഒരു 10,000, ആ രീതിക്കായിരിക്കും BSF എന്ന് പറഞ്ഞ ഒരു ഏരിയയ്ക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ
വേക്കൻസി അപ്ഡേറ്റ് എല്ലായിടത്തും അതൊന്നും നേരത്തെ വന്ന കാര്യങ്ങളൊന്നും അത്ര ഒഫീഷ്യൽ അല്ല, ഒരു പേപ്പർ കട്ടിംഗ് ആയിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒഫീഷ്യലായിട്ട് പറയാത്തത്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിനകത്ത് വേക്കൻസി എന്ന് പറയുന്ന സാധനം എന്നാൽ GD വരുന്ന സമയത്ത് വേക്കൻസി അത്യാവശ്യം കൂടുതലായിട്ട് കാണാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ വേക്കൻസി കൂടുന്ന സമയത്ത് അത് ബാക്കി പറഞ്ഞ് കട്ട് ഓഫിലും കാര്യങ്ങളിലും ഒക്കെ ബാധിക്കും. അത് നമുക്ക് നല്ലൊരു ചാൻസും ഓപ്പൺ ആക്കി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു കാര്യം എന്ത് ചെയ്യുക, മൈൻഡിൽ വയ്ക്കുക. ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലോണം ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്ക് ഈ GDയുടെ എക്സാമും വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നോർമലി എക്സാം നടക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്. അപ്പോൾ ഇത്തവണത്തെ MTSന്റെ എക്സാം അത്യാവശ്യം ഡിലേ ആണ്, ഫെബ്രുവരിയിലാണ് നടക്കാൻ ചാൻസ്. അതുകൊണ്ട് തന്നെ മാർച്ച് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലേക്ക് ആയിരിക്കും നമുക്ക് ഏതിന്റെ എക്സാം പ്രതീക്ഷിക്കാനായിട്ട് പറ്റുക, GDയുടെ എക്സാം പ്രതീക്ഷിക്കാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾ GD എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു നമുക്ക് ഉള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് റെയിൽവേയിൽ നമുക്ക് ഇപ്പം വിളിച്ചേക്കുന്ന NTPCയുടെ എക്സാം. ഓക്കെ, റെയിൽവേയിൽ ഇപ്പം വിളിച്ചേക്കുന്ന ഏത് RRB NTPCയുടെ എക്സാം, RRB NTPCയുടെ എക്സാം നോൺ ടെക്നിക്കലാണ്. നോൺ ടെക്നിക്കലിന് ഒരു എക്സാം ഇപ്പോൾ ആപ്ലിക്കേഷൻ ഔട്ടാണ്. ആപ്ലിക്കേഷൻ ഗ്രാജുവേറ്റുകാർക്കും ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ ഗ്രാജുവേറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി എൻഡ് ആയി കഴിഞ്ഞു. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ ഈ വരുന്ന 4-ാം തീയതി ഡിസംബർ 4-ാം തീയതി വരെ നമുക്ക് ഓപ്പൺ ആണ് ആ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾ GD നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ GD നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്കലിന് അത്യാവശ്യം ടൈം ഗ്യാപ്പ് വരും. അപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പം നിങ്ങൾക്ക് ഫിസിക്കലും അതിൻ്റെ കൂടെ കൊണ്ടുപോവാം, എന്നാൽ റെയിൽവേയിലൊരു എക്സാം നോക്കാം. ആ രീതിക്ക് നോക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് റെയിൽവേയുടെ NTPCന്റെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം. ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഈ പറഞ്ഞ GD നോക്കുന്ന കൂടുതൽ ആൾക്കാരും 10th ക്വാളിഫിക്കേഷൻ കഴിഞ്ഞതും +2 ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഏത്, RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം. അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്ന 4-ാം തീയതിയാണ്. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. GD എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പ്രിപ്പറേഷൻ അങ്ങനെ തന്നെ കൊണ്ടുപോയാൽ മതി. അങ്ങനെ കൊണ്ടുപോകാം. ഇവിടെ നിന്ന് ഇംഗ്ലീഷ് അങ്ങ് ഒഴിവാക്കുക, കുറച്ച് ജനറൽ അവയർനെസ് പഠിക്കുന്ന കാര്യങ്ങൾ കൂട്ടുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് NTPCയുടെ എക്സാം അത്യാവശ്യം നന്നായിട്ട് അറ്റംപ്റ്റ് കൊടുത്ത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറഞ്ഞ RRB NTPCക്ക് വേണ്ടിയിട്ടുള്ള NTPC എക്സാമിന് വേണ്ടിയിട്ടുള്ള അടുത്ത ബാച്ച് നമ്മുടെ എജുബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 8-ാം തീയതിയാണ്. നെയ്യാറ്റിൻകര, ട്രിവാൻഡ്രം 2 ബ്രാഞ്ചിലായിട്ടും ബാച്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബാച്ച് ഓപ്പൺ ആവുന്നുണ്ട്. നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിലും നമ്പർ കാണും, മെയിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അറിയിച്ചാൽ മതി, നമ്മൾ എന്ത് ചെയ്യും, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വരുന്ന GD എക്സാം എഴുതാൻ പോകുന്നവർക്കും MTS എക്സാം എഴുതാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ RRB NTPC എക്സാം എഴുതാൻ പോകുന്നവർക്കും എല്ലാവർക്കും എജുബിയുടെ സൈഡിൽ നിന്നൊരു ഓൾ ദി ബെസ്റ്റ്.